ഏറ്റുമാനൂരപ്പൻ കോളേജിൽ പ്രതിഭാ സംഗമവും അനുമോദന യോഗവും നടന്നു. കെ ഫ്രാൻസിസ് ജോർജ് എം പി അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക പരിജ്ഞാനം കൂടി ആവശ്യമാണെന്നും ഭാഷാപരവും നൂതന സാങ്കേതിക വിദ്യയിലുള്ള അറിവും സ്വായത്തമാക്കാൻ അവർ പരിശ്രമിക്കണമെന്നും എം പി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണെങ്കിൽ ഇവിടെ കുട്ടികൾക്ക് നൽകുന്ന പരിശീലനം വളരെ മികച്ചതാണ് എന്നാണ് ഈ റാങ്ക് നേട്ടത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 300-380 വിദ്യാർത്ഥികൾ മാത്രമേ ഉള്ളൂ എന്ന് എം കുമാർ സാർ എന്നോട് പറയുകയുണ്ടായി. വാസ്തവത്തില് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് നേരിടുന്ന വലിയൊരു പ്രശ്നം ഇത് തന്നെയാണ്. സാധാരണയായിട്ടുള്ള ട്രഡീഷണൽ കോഴ്സുകൾക്ക് പഠിക്കാനായിട്ട് കുട്ടികൾ വളരെ കുറവാണെന്നുള്ളതാണ്. വളരെ പേരുകേട്ട പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ പോലും കുട്ടികളുടെ എണ്ണം അനുദിനം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. നമ്മുടെ കുട്ടികൾ എല്ലാവരും തന്നെ വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. ഒരു പരിധിവരെ അത് ശരിയുമാണ്. വിദേശത്ത് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള പ്രശസ്തമായ സ്ഥാപനങ്ങളിലേക്ക് നമ്മുടെ ഇവിടെ നിന്ന് കുട്ടികൾ ഒട്ടേറെ പേർ പഠിക്കാനായിട്ട് പോകും. നമ്മളിതേക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇങ്ങനൊരു കുറവ് വരുന്നത്? വാസ്തവത്തിൽ കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്ന വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടം തന്നെയാണ്. ആരോഗ്യപരിപാലന രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ കേരളത്തിന് നേടാൻ കഴിഞ്ഞ നേട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ സാമ്പത്തിക വിദഗ്ധന്മാർ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എടുത്തു കാണിക്കുന്ന രണ്ട് മേഖലകളാണ്. ഈ രണ്ട് മേഖലകളെ കുറിച്ചും ഇന്ന് വാസ്തവത്തിൽ ഒട്ടേറെ പോരായ്മകളും കുറവുകളും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയായി നമ്മുടെ ഈ കാലം മാറി. യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഹേമന്ത് കുമാർ അധ്യക്ഷത വഹിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല ബിരുദ പരീക്ഷയിൽ റാങ്ക് കരസ്ഥമാക്കിയ അഭിജിത്ത് മോഹൻ, ശിവാനി മീണ, സേതുലക്ഷ്മി ആർ, അമൃത മനോജ് എന്നിവരെ സർട്ടിഫിക്കറ്റും മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. കോട്ടയം DDയും ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പലുമായ പ്രൊഫസർ ഡോക്ടർ വർഗീസ് ജേക്കബ് അനുമോദന പ്രസംഗം നടത്തി. യോഗത്തിൽ അതിരമ്പുഴ പഞ്ചായത്ത് മെമ്പർ സനിൽ ജോസഫ്, ഡോക്ടർ മായാറാണി, മഞ്ജു മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു.